ജാർഖണ്ഡിന്റെ 14ാമത് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ സന്തോഷ് കുമാർ ഗാംഗ്വാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സത്യപ്രതിജ്ഞയോടനുബന്ധിച്ച് റാഞ്ചിയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ ഡൽഹിയിൽ ചെയ്യുന്നു. ബൽറാം, സത്യപ്രതിജ്ഞ വലിയ ആഘോഷ പരിപാടിയാക്കാൻ പദ്ധതിയുണ്ടോ JMMന്, സർക്കാരിന്? ഹഷ്മി, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളവും JMMനെ സന്തോഷിച്ചിടത്തോളവും ഇന്ന് ആവേശകരമായ ഒരു ദിവസമാണ്. ജാർഖണ്ഡിന്റെ 14ാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 3:30 ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്. ഈ ചടങ്ങ് നടക്കുന്നത് റാഞ്ചിയിലെ മൊറാബാഡി ഗ്രൗണ്ടിൽ വെച്ചാണ്. വലിയ ആഘോഷമായി തന്നെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് മാറ്റാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് JMM. അതിനായുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ ഈ മൊറാബാഡി ഗ്രൗണ്ടിൽ പൂർത്തിയായിട്ടുണ്ട്. ഇത്തവണ ആവേശകരമായ ഒരു പോരാട്ടമാണ് ജാർഖണ്ഡിൽ ഉണ്ടായത്. BJPയുടെ കടുത്ത പ്രചരണം, പ്രധാനമന്ത്രി അടക്കമുള്ളവർ പലതവണ പറന്നിറങ്ങി പ്രചരണം നടത്തിയ ശേഷവും ഇന്ത്യ സഖ്യം വലിയ ഭൂരിപക്ഷത്തോടെ നിലനിർത്തിയ ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ പ്രൗഢിയോടുകൂടി തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രമുഖ നേതാക്കൾ രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ RJD നേതാവ് തേജസ്വി യാദവ്, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അടക്കമുള്ള മുതിർന്ന നേതാക്കളെ എല്ലാം തന്നെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ പങ്കെടുക്കും എന്നുമാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഹേമന്ത് സോറൻ ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഇരുവരും പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇരുവരുടെ ഭാഗത്തു നിന്നും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് JMM വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഹേമന്ത് സോറൻ മാത്രമാണോ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും JMMന്റെ ഭാഗത്തു നിന്നും സസ്പെൻസ് തുടരുകയാണ്. കോൺഗ്രസ് അറിയിക്കുന്നത് മറ്റു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. ഏറെ ആവേശകരമായ ഒരു വിജയമാണ് ഇത്തവണ ജാർഖണ്ഡിൽ ഉണ്ടായത്. ആ ആവേശം നിലനിർത്തുന്ന തരത്തിലുള്ള വലിയ ആഘോഷ പരിപാടി തന്നെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കുന്നത്. റാഞ്ചിയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ട്രാഫിക് ബ്ലോക്കുകൾ ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ് റാഞ്ചിയിൽ. ഹാഷ്മി. ഓക്കെ ബൽറാം, അപ്പോൾ അത് മഹാരാഷ്ട്രയിലെ വലിയ നഷ്ടത്തിനിടയിലും ജാർഖണ്ഡിൽ അത് ഇന്ത്യ സഖ്യത്തിന് വലിയ വിജയമായിരുന്നു. അപ്പോൾ അവർ അത് പരമാവധി ആഘോഷമാക്കാൻ, സത്യപ്രതിജ്ഞ ആർഭാടമാക്കാനുള്ള ഒരുക്കത്തിലാണ്. സ്കൂളുകൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ച് സംഭവമാക്കാൻ പോകുന്നു സത്യപ്രതിജ്ഞ.